ഹലോ, വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക. അതിനായിട്ട് ഞാൻ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. അതേ എണ്ണയിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് അതും നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് 3 തക്കാളിയും 4 ഉള്ളിയും കൂടി ചേർത്ത് നമുക്കൊരു 3-4 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. ഇനി അത് ഫ്രൈ ചെയ്ത പാനിലേക്ക് കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഉള്ളിയും തക്കാളി ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് 4 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് മല്ലിയും പുതിനയും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പകുതി ഉള്ളിയും ഒരു പകുതി ചെറുനാരങ്ങയും നമ്മുടെ ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്ത് സ്പൈസസ് ഒക്കെ ഇട്ട് കറിവേപ്പിലും ക്യാരറ്റും ഉള്ളിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഞാൻ 1 കപ്പ് അരിയാണ് വെക്കുന്നത്. അതിനായിട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് വെള്ളം തിളച്ചപ്പോൾ കഴുകി വെച്ച അരി ഇട്ടെടുത്ത് ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞ് വെള്ളം തിളച്ചപ്പോൾ നമുക്കത് മൂടി വെച്ച് ഒരു വിസിലിന് വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം നമ്മൾ ചിക്കന് നന്നായിട്ട് നിരത്തി കൊടുത്ത് ആ റൈസ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് മഞ്ഞൾ വെള്ളവും കുറച്ച് ഗരം മസാലയും ഫ്രൈഡ് ഒനിയനും മല്ലിയും പുതിനയും എല്ലാം ഇട്ട് നമുക്ക് ദം ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കൂ. നല്ല അടിപൊളി ബിരിയാണിയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.